സർക്കുലാർ കോയിൽ, അതിനകത്ത് ബയോട്ട് സാവാട്ട് ലോ, പാത്ത് ഓഫ് എ ചാർജഡ് പാർട്ടിക്കിൾ കൺവേർഷൻ, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഗാൽവനോമീറ്റർ, ബയോട്ട് സാവാട്ട് ലോ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ബയോട്ട് സാവാട്ട് ലോയുടെ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ പറഞ്ഞു. പിന്നെ ലോറൻസ് ഫോഴ്സ് പറഞ്ഞു. ഗാൽവനോമീറ്റർ, വോൾട്ട്മീറ്റർ, അമ്മീറ്റർ കൺവേർഷൻ പറഞ്ഞു. പിന്നെ പാത്ത് ഓഫ് ചാർജഡ് പാർട്ടിക്കിൾ പറഞ്ഞു. പിന്നെ ആംബിയർ സർക്യൂട്ടൽ തിയറം നമ്മൾ പറഞ്ഞു. ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളിതിനകത്ത് പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വളരെ എളുപ്പമാണ്. ഇത് മാഗ്നറ്റിക് ഫീൽഡാണ്. ഡ്രോ ദ ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ് ഓഫ് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ ആക്സിസിൽ നിന്നും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡീവിയേഷൻ പറയാനാണ്. മനസ്സിലായില്ലേ? അപ്പം മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? ഇൻസൈഡ് മാഗ്നറ്റിക് ഫീൽഡ് കൂടി വരും. ഔട്ട്സൈഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. അപ്പം ഡ്രോ എ ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് ഡിസ്റ്റൻസ് എവിടുന്ന്? ഫ്രം ദ ആക്സിസ് ഓഫ് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടറിൻ്റെ ഒരു വയർ, കട്ടിയുള്ളൊരു വയറാന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അതിൻ്റെ അകത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡീവിയേഷൻ പറയാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഉള്ളിൽ എന്തായിരിക്കും? കൂടി വന്ന് പുറത്തേക്ക് പോകുന്തോറും എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് അതിനകത്ത് കുറഞ്ഞു വരും. മനസ്സിലായില്ലേ? അപ്പം അതാണ് ഇതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഈ ഒരു ഗ്രാഫാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഷോയിങ് വേരിയേഷൻ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് എന്താണ്? ഇൻസൈഡ് ദ കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് കൂടി വരും. മനസ്സിലായില്ലേ? കാരണം അതങ്ങനെയാണ്. കണ്ടക്ടറിൻ്റെ അകത്ത മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? കൂടി വരുന്നത്. അതാണ് ഈ ഗ്രാഫ് ഇങ്ങനെ കാണിക്കുന്നത്. ഈ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വയറോ എന്തെങ്കിലും തിക്കായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ എന്ത് ചെയ്യും? റേഡിയസ് കൂടുന്തോറും മാഗ്നറ്റിക് ഫീൽഡ് കൂടി വന്നിട്ട് പുറത്തേക്ക് എത്തുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്താവും? കാന്തിക മണ്ഡലം കുറഞ്ഞു വരും. അപ്പോൾ ഇതൊരു കറണ്ട് ഒഴുകുന്ന കണ്ടക്ടറാണ്. ഇതിലൂടെ എന്ത് പാസ് ചെയ്യുന്നുണ്ട്? കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങോട്ടേക്ക് വരുമ്പം ഇവിടെ എന്താണ്? മാക്സിമാണ് ഇതിൻ്റെ സർഫസിൽ മാഗ്നറ്റിക് ഫീൽഡ്. പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കുറയും. കാന്തിക ശക്തി എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൂ. അപ്പം എന്താണ് ഇത്? ഇത് മനസ്സിലായെങ്കിൽ ലൈക്ക് അടിക്കൂ, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കൂ. മനസ്സിലായെങ്കിൽ ലൈക്ക് അടിക്കൂ, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കൂ. കമോൺ, പെട്ടെന്ന് കമോൺ. എന്താ ഒന്നും പറയാത്ത? കേൾക്കുന്നില്ലേ? മനസ്സിലായി? അതായത് ഇതാ സംഭവം. ഇതെന്താ സംഗതി അറിയാം? ഒരു വലിയൊരു കമ്പി കണ്ടക്ടർ. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടല്ലോ. ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ട് ഒഴുകുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സെൻറ്ററിൽ നിന്ന് മൂവ് ചെയ്യും തോറും ഈ വട്ടം ഇങ്ങനെ കൂടുകയല്ലേ. അപ്പോൾ നമ്മളെ ഉള്ളിൽ വരുന്ന കറണ്ടിൻ്റെ അളവ് എന്താണ്? കൂടി വരികയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ കറണ്ട് കൂടുന്തോറും കാന്തിക ശക്തി എന്ത് ചെയ്യും? കൂടി വരും. അപ്പോൾ ഇങ്ങനെ സർഫസിലെത്തുമ്പോൾ മാക്സിമം കാന്തിക ശക്തി ഉണ്ടാവും. പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഇത് സർഫസിൽ നിന്ന് പുറത്തേക്ക് ഇവിടെയൊക്കെ കാന്തിക ശക്തി കുറഞ്ഞു വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ കാന്തിക ശക്തി ഇങ്ങനെ കൂടി വരിക ചെയ്യുക. കാരണം ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കറണ്ടുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ കുറേ കറണ്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കാരണം ഈ കണ്ടക്ടറിൽ നിറയെ കറണ്ടാണല്ലോ, കറണ്ട് ഒഴുകുകയാണ്. അപ്പോൾ ഇവിടെ സർഫസിലെത്തുമ്പോൾ എന്തോ ഒരുപാട് കറണ്ട് ഉണ്ട്. അപ്പോൾ അത് കാരണം ആ ഒരു കറണ്ട് എൻക്ലോസ്ഡ് കറണ്ട് കൂടുതലാണ്. ഇതിനകത്തുള്ള കറണ്ട് എന്താണ്? കൂടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കൂടി വരും. അതാണ് ആ ഗ്രാഫ് എന്ത് കാണിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് വേഴ്സസ് ഡിസ്റ്റൻസ് ഗ്രാഫ്. സെൻറ്ററിൽ നിന്ന് സർഫസ്, ഇത് റേഡിയസ് ആണ്. അപ്പോൾ സർഫസ് ഈ റേഡിയസ് 6 ഈക്വൽ ആകുമ്പോൾ മാക്സിമം ആവും സർഫസിൽ. പിന്നെ അവിടുന്ന് അങ്ങനെ കുറഞ്ഞു പോകും. അപ്പോൾ ഈ ഗ്രാഫ് മനസ്സിലായെങ്കിൽ ലൈക്ക് അടിച്ചേ. മനസ്സിലായെങ്കിൽ ലൈക്ക് അടിക്കൂ. ഇപ്പം കൃത്യമായി മനസ്സിലായെങ്കിൽ ഓക്കെ. അപ്പം അതാണ് ഇതിനകത്ത്. ഇതൊക്കെ എന്ത് ചെയ്യുക? ഡ്രോ ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ് ഓഫ് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. വല്ലാണ്ട് അതിന് സമയം കളയാനില്ല. അതൊക്കെ അതിനകത്ത് എന്താണ്? പിന്നെ നമ്മൾ ടോർക്ക് അതിനകത്ത് പറഞ്ഞിരുന്നു. പിന്നീടുള്ളത് ബയോട്ട് സാവാട്ട് ലോ ആണ്. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഇതിൻ്റെ എക്സ്പ്രഷനൊക്കെ നമ്മൾ പറഞ്ഞാണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിരുന്നു. സെൻറ്ററിലെ ഡെറിവേഷനൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ ഇത് വേണമെങ്കിൽ നിങ്ങൾ 2024 വന്നതാണ്. മേ ബി ഒരു റിപ്പീറ്റ് ചാൻസ് ഉണ്ട്.
അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ചെയ്ത് നോക്കൂ. ഒരു പ്രോബ്ലമാണ്. 100 turn closely wound circular coil of radius 10 cm carries a current of 3.2 ampere. What is the magnetic moment of the coil? അപ്പോൾ നിങ്ങൾ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് ചോദ്യം കണ്ടാലേ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയാം? ചോദ്യത്തിൽ എന്തുണ്ടാവും? വാട്ട് ഈസ് മാഗ്നറ്റിക് മൊമെന്റ്? എന്താണ് മാഗ്നറ്റിക് മൊമെന്റ്? മാഗ്നറ്റിക് മൊമെന്റ് എന്ന് കണ്ടാൽ നിങ്ങൾ ആൻസർ എഴുതി വെക്കേണ്ട സംഭവം ഇതാണ്. മാഗ്നറ്റിക് മൊമെന്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു കറണ്ട് ഇൻറ്റു ഏരിയ, NIA. മനസ്സിലായില്ലേ? അപ്പം നമ്പർ ഓഫ് ടേൺസ് അവിടെ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടാവും. വേറെ ഒന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്? 100 ടേൺ, 100 ടേൺ കണ്ടില്ലേ? 100 ടേൺ. നമ്പർ ഓഫ് ചുറ്റുകളുടെ എണ്ണം 100. റേഡിയസ് തന്നു 10 സെൻറ്റിമീറ്റർ, കറൻറ്റും തന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സർക്കുലർ കോയിലാണ്, ഒരു വട്ടമാണ്. അപ്പോൾ വട്ടത്തിലെ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് ചോദ്യം. മാഗ്നറ്റിക് മൊമെൻറ്റ് ചോദിച്ചാൽ ഇക്വേഷൻ ഇതാണ്. എവിടെ മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് കണ്ടാലും N × I × A എന്ന് എഴുതാം. N എന്താണ്? 100 ടേൺസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് ടേൺസ് 100 ആണ്. കറണ്ട് എന്താണ്? 3.2 എന്തോ ആംബിയർ, 3.2 ആംബിയർ. കറണ്ട് ഓഫ് 3.2, കറണ്ട് പറയുക ആംബിയറിലാണ്. അപ്പോൾ നിങ്ങൾ A കാണുന്ന ആ വാല്യൂ ആണ് എന്ത്? കറണ്ട്. അല്ലെ തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇതാ കാരീസ് എ കറണ്ട് ഓഫ് 3.2 ആംബിയർ. അപ്പോൾ കറണ്ട് എന്താണ്? 3.2 ആണ്. ഏരിയ പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? റേഡിയസാ. ഇതൊരു കോയിലാന്ന് പറഞ്ഞിട്ടുണ്ട്, സർക്കുലർ കോയിൽ. പക്ഷേ റേഡിയസാ തന്നിരിക്കുന്നത്. റേഡിയസ് എത്രയാ? 10 സെൻറ്റിമീറ്റർ ആണ്. റേഡിയസ് ആണെങ്കിലോ സെൻറ്റിമീറ്ററിലും ആണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റണം. ഇത് 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? സെൻറ്റിമീറ്ററിനെ എങ്ങനെ മീറ്ററിലോട്ട് മാറ്റുക? അപ്പം സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റണമെങ്കിൽ നിങ്ങൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മനസ്സിലായില്ലേ? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 10/100 എന്നിട്ട് 0 ഡിവൈഡ് ചെയ്യുക, 0.1 എന്ന് വരും. അപ്പം മീറ്ററിലോട്ട് മാറി. അപ്പോൾ സെൻറ്റിമീറ്ററിന് എങ്ങനെയാണ്? സെൻറ്റിമീറ്ററിൽ തന്ന വാല്യൂന് എന്ത് ചെയ്യുക? 100 കൊണ്ട് ഹരിക്കാം. അപ്പോൾ കാൽക്കുലേറ്റർ പറഞ്ഞു തരും 0.1, അതാണ് മീറ്റർ. അപ്പോൾ മീറ്ററിലോട്ടായി. പക്ഷെ എന്നാലും ആയിട്ടില്ല. റേഡിയസേ ഇവിടെ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് വേണ്ടത് ഏരിയയാണ് ഇക്വേഷനിൽ. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ എന്താണ്? പൈ ഇൻറ്റു റേഡിയസിൻ്റെ സ്ക്വയറാണ്, πr² ആണ്. അപ്പോൾ പൈ ഇൻറ്റു റേഡിയസ് ഇവിടെ എത്രയാണ്? 0.1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പൈ ഇൻറ്റു ഏരിയക്ക് പകരം എന്ത് ചെയ്യണം? പൈ ഇൻറ്റു πr² എന്നാണ്. പൈ ഇൻറ്റു റേഡിയസ് 0.1 ആണ്. 0.1 × 0.1 എന്ന് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് വരും? 100 × 3.2 എന്ന് പറയുമ്പോൾ 32 × പൈ ഇൻറ്റു പൈ എന്ന് പറഞ്ഞാൽ എന്താ? 3.14 ഇൻറ്റു 0.1 × 0.1 എന്ന് വരും. അപ്പോൾ നമുക്ക് കിട്ടും 320 × 3.14 ഇൻറ്റു 0.1 × 0.1 എന്ന് പറഞ്ഞാൽ 0.01 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കിട്ടും. മനസ്സിലായെങ്കിൽ ലൈക്ക് അടിച്ചേ. മനസ്സിലായെങ്കിൽ ലൈക്ക് അടിക്കൂ. മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ NIA ആണ്. N തന്നിട്ടുണ്ട്, I കറണ്ട് തന്നിട്ടുണ്ട്, N തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ടേൺസ് 100, കറണ്ട് തന്നിട്ടുണ്ട്, പിന്നെ ഏരിയ കാണണം. പക്ഷേ അത് റേഡിയസാണ് തന്നത്. റേഡിയസ് തന്നാൽ ഏരിയ കാണാൻ പൈ ഇൻറ്റു ആ റേഡിയസിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. ആ റേഡിയസിന് 2 വട്ടം ഗുണിച്ചാൽ മതി. പക്ഷേ റേഡിയസ് ഇവിടെ സെൻറ്റിമീറ്ററിലാണ്. സെൻറ്റിമീറ്ററിനെ 100 കൊണ്ട് ഹരിച്ചാലേ അത് മീറ്റർ ആവുള്ളൂ. അങ്ങനെ മീറ്ററിലായ വാല്യൂവിനെ ഇവിടെ എന്ത് ചെയ്യുക? പൈ കൊണ്ട് ഗുണിക്കുക. അതിനെ 2 പ്രാവശ്യം ഗുണിക്കുക. പൈ ഇൻറ്റു 0.1 × 0.1. അപ്പം ആൻസർ കിട്ടും. പൈയിൻ്റെ വാല്യൂ 3.14 ആണ്. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ കൃത്യമായ ആൻസർ വരും. മനസ്സിലായെങ്കിൽ ലൈക്ക് അടിച്ചേ. ഇനി അതിനകത്ത് അടുത്തത് എന്താണെന്നറിയാം. അപ്പം നിങ്ങളോട് ക്വസ്റ്റ്യൻ ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മാഗ്നറ്റിക് മൊമെൻറ്റ് കാണാൻ. മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ N ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു കറണ്ട് ഇൻറ്റു ഏരിയ എന്നാണ്. മനസ്സിലായില്ലേ? മാഗ്നറ്റിക് മൊമെൻറ്റ് കാണാൻ. അപ്പം മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ N × I × A എന്നാണ്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് മാഗ്നറ്റിക് മൊമെൻറ്റ് കാണാനുള്ള ഇക്വേഷനിൽ N തന്നിട്ടുണ്ട്, 100 ചുരുളുകളുണ്ട്, അതിൽ പോകുന്ന കറണ്ട് 3.2 ആണ്. ആംബിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ റേഡിയസ് തന്നതുകൊണ്ട് തന്നെ പൈ ഇൻറ്റു റേഡിയസ് എന്ന് പറഞ്ഞാൽ അവിടെ മീറ്ററിലോട്ട് മാറ്റിയിട്ട് സ്ക്വയർ എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ കണ്ടാൽ പൈയിന് 3.14 കൊടുത്താൽ മതി. അപ്പോൾ കൃത്യമായിട്ട് കിട്ടും. ഇനി നമ്മൾ അടുത്തത് എന്താണ് അതിനകത്ത്? When a positively charged particle centers perpendicular to uniform magnetic field, the path of charged particle will be elliptical, circular, helical, straight എന്നൊക്കെയാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്തതാണ്. സർക്കുലാർ ആണ്. നിങ്ങൾ കഴിഞ്ഞ അതിനകത്ത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാകും. ഇനി ഇതിനകത്ത് അടുത്തത് എന്താണ്? ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്.
2024 വന്നതാണ്. അപ്പം ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പറഞ്ഞുതരാം. ഇതൊരു പ്രോബ്ലമാണ്. കാൽക്കുലേറ്റ് റേഡിയസ് ഓഫ് ദ സർക്കുലാർ പാത്ത്. എന്താ ഉണ്ടാവുക? കാൽക്കുലസ് റേഡിയസ് ഓഫ് ദ സർക്കുലാർ പാത്ത് ഡിസ്ക്രൈബ്ഡ് ബൈ ഇലക്ട്രോൺ. ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. നമ്മളോട് ഒരു വട്ടത്തിൻ്റെ റേഡിയസ് കാണാനാണ്. ആരാണ് ആ വട്ടത്തിലൂടെ പോകുന്നത്? ഇലക്ട്രോണാണ്. ഇലക്ട്രോൺ പോകുന്ന വട്ടത്തിൻ്റെ റേഡിയസ് കാണണം. അപ്പം നമ്മൾ എങ്ങനെ കാണും? അതിൻ്റെ ഇക്വേഷനാണിത്. ഇലക്ട്രോണിൻ്റെ മാസ്, ഇലക്ട്രോണിൻ്റെ സ്പീഡ്, ഇലക്ട്രോണിൻ്റെ ചാർജ്, മാഗ്നറ്റിക് ഫീൽഡ് അവിടെ തന്നിട്ടുണ്ട് 19 ടെസ്ല. അപ്പോൾ അതങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായ ആൻസറിലോട്ട് എത്താൻ സാധിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എൻ ഇലക്ട്രോൺ എൻറ്റേഴ്സ്, ഒരു ഇലക്ട്രോൺ വരികയാണ് എങ്ങോട്ടേക്ക്? വിത്ത് എ വെലോസിറ്റി, അതിൻ്റെ സ്പീഡ് വെലോസിറ്റി തന്നിട്ടുണ്ട്. അറ്റ് റൈറ്റ് ആംഗിൾസ് ടു എ മാഗ്നറ്റിക് ഫീൽഡ്, ഒരു കാന്തിക മണ്ഡലത്തിന് എന്താണ്? കുത്തനെ വരികയാണ്. ആ കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി പറഞ്ഞിട്ടുണ്ട് 19 ടെസ്ല. കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി ടെസ്ലയിലാണ് പറയുക. അപ്പോൾ 19 ടെസ്ല. അങ്ങനെയെങ്കിൽ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്? വരികയാണ്. എങ്ങനെ? ഒരു സ്പീഡിൽ വരികയാണ്. എങ്ങോട്ടേക്ക്? ഒരു കാന്തിക മണ്ഡലത്തിലേക്ക്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത്? കുത്തനെയാണ്, റൈറ്റ് ആംഗിൾഡാണ് വരുന്നത്. അതായത് ഇലക്ട്രോൺ ഇങ്ങനെയും കാന്തിക മണ്ഡലം ഇങ്ങനെയും. ഈ ആംഗിളിനാണ്, 90 ഡിഗ്രി ആംഗിളിനാണ് നമ്മൾ റൈറ്റ് ആംഗിൾ എന്ന് വിളിക്കുക. അപ്പം ഇലക്ട്രോൺ എന്തെയാണ്? കമ്മിങ് വിത്ത് എ വെലോസിറ്റി വി അറ്റ് റൈറ്റ് ആംഗിൾസ് ടു മാഗ്നറ്റിക് ഫീൽഡ് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ശക്തി എത്രയാണ്? 19 ടെസ്ലയാണ്. അങ്ങനെ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡിലോട്ട് കടന്നു വരികയാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടേക്കാണ്. അതായത് കാന്തത്തിൻ്റെ നോർത്ത് ഇവിടെയും കാന്തത്തിൻ്റെ സൗത്ത് ഇവിടെയുമാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ്? നോർത്ത് നിന്ന് സൗത്തേക്ക്. ഇലക്ട്രോൺ വരുന്നത് ഈ ഡയറക്ഷനിലുമാണ്, കാന്തം വെച്ചിരിക്കുന്ന ഈ ഡയറക്ഷനിൽ. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഈ കാന്തിക മണ്ഡലത്തിൽ കിടന്നിട്ട് കറങ്ങും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? ഇവിടെ കിടന്ന് കറങ്ങും. അപ്പോൾ ആ കറങ്ങുന്ന റേഡിയസ് എന്താണെന്നാണ് ചോദ്യം. മനസ്സിലായെങ്കിൽ ലൈക്ക് അടിച്ചേ. ഇലക്ട്രോൺ കറങ്ങുന്ന വട്ടത്തിൻ്റെ റേഡിയസ് മനസ്സിലായെങ്കിൽ ലൈക്ക് അടിക്കൂ. ഇലക്ട്രോൺ ഒരു കാന്തത്തിന് കുത്തനെ വന്നു കഴിഞ്ഞാൽ അത് കിടന്ന് കറങ്ങും. അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്താണ് ആ വട്ടത്തിൻ്റെ? മനസ്സിലായെങ്കിൽ ലൈക്ക് അടിക്കൂ. ഇത് എന്താ മനസ്സിലാക്കാൻ? ഒരു ഇലക്ട്രോൺ ഇങ്ങനെ കുത്തനെ വന്നു കഴിഞ്ഞാൽ അതവിടെ കിടന്ന് കറങ്ങും. അപ്പോൾ ഒരു വട്ടം ഉണ്ടാവും. ആ വട്ടത്തിൻ്റെ റേഡിയസ് ചോദിച്ചത്. അതെങ്ങനെയാണ് കാണാം? ഇലക്ട്രോണിൻ്റെ മാസ്, ഇലക്ട്രോണിൻ്റെ സ്പീഡ്, ഇലക്ട്രോണിൻ്റെ ചാർജ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ശക്തി, R = mv/qb എന്നാണ്. അപ്പോൾ റേഡിയസ് ചോദിച്ചാൽ മാസ് ഓഫ് ഇലക്ട്രോൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം, 9.1 × 10⁻³ ആണ്. വെലോസിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10⁵. വെലോസിറ്റി എത്രയാണ്? 10⁵. ചാർജ് എത്രയാണ് ഇലക്ട്രോണിൻ്റെ? നിങ്ങൾ കാണാതെ പഠിക്കണം. ഇലക്ട്രോണിൻ്റെ വെയിറ്റും നിങ്ങൾ കാണാതെ പഠിക്കണം. ഇലക്ട്രോണിൻ്റെ വെയിറ്റ് എത്രയാണ്? മാസ് ഇതാണ് 9.1 × 10⁻³1. ചാർജോ? ചാർജ് 1.6 എന്താണ്? 10⁻⁻⁹. ഇനി ബി എന്താണ്? ബി മാഗ്നറ്റിക് ഫീൽഡാണ്. അത് 19 എന്ന് തന്നിട്ടുണ്ട്. ഇത് കാൽക്കുലേറ്ററിൽ അങ്ങോട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇത് അടിച്ചു കൊടുക്കുക. ഫസ്റ്റ് ഇത് എന്ത് ചെയ്യുക? മുകളിലത്തെ വാല്യൂ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ഉത്തരം കിട്ടും. മുകളിൽ അത് എഴുതുക. താഴെ ഇത് അടിച്ചു കൊടുക്കുക. അപ്പം താഴത്തെ വാല്യൂ കിട്ടും. എന്നിട്ട് ഇതിനെ ഡിവിഷൻ കൊടുത്താൽ ആൻസർ കിട്ടും. അപ്പം വളരെ സിമ്പിളാണ്. റേഡിയസ് ചോദിച്ചാൽ അപ്പം നിങ്ങളോട് ഒരു ചോദ്യം കൃത്യമായി വായിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യം നല്ലോണം വായിച്ച് മനസ്സിലാക്കണം. ഈ പഠിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നല്ല എഫേർട്ട് ഇടണം. ആദ്യമൊക്കെ എന്താണ്? ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആദ്യം ഒന്നും അങ്ങോട്ട് എന്ത് ചെയ്യില്ല, മനസ്സിലായി കിട്ടൂല. പിന്നെ പതിയെ എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ അത്രയും ടൈം എടുക്കണം. അതായത് പഠിക്കാൻ വേണ്ട ബുദ്ധിയല്ല, പഠിക്കാൻ വേണ്ടത് എന്താണ്? ക്ഷമയാണ്. നിങ്ങൾക്ക് ജീവിതത്തോട് നല്ലൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ അതിനകത്ത് പഠിച്ചെടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അതിനകത്ത് ബുദ്ധിയൊന്നും വേണ്ട പഠിക്കാൻ. കഷ്ടപ്പെടാനുള്ളൊരു ഇതുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പഠിഞ്ഞ് അത് അങ്ങോട്ട് വരും. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ അതിനകത്ത്. അല്ലാണ്ട് ബുദ്ധിയുള്ള കുട്ടികൾക്ക് പഠിക്കുന്നു, ബുദ്ധിയില്ലാത്തവർ അങ്ങനെയല്ല. അത് നിങ്ങൾ സാധാരണക്കാർ പറയുന്നതാണ്. അതിനകത്ത് ഒരുപാട് തവണ വായിച്ചു കഴിഞ്ഞാൽ ആർക്കും എന്തും മനസ്സിലാവും. അപ്പം ഇതിനകത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രോൺ ഇങ്ങനെ വരികയാണ്, ഒരു കാന്തം ഇങ്ങനെയാണ് നിൽക്കുന്നത്, പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അപ്പം ഇലക്ട്രോൺ ഇങ്ങനെയും കാന്തം ഇങ്ങനെയാണെങ്കിൽ 90 ഡിഗ്രി, അത് റൈറ്റ് ആംഗിൾ എന്നാണ് പറയുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ ഇതിൽ കടന്ന് കറങ്ങും. അങ്ങനെ കറങ്ങുമ്പം ആ വട്ടത്തിന് എന്തുണ്ടാകും? ഒരു റേഡിയസ് ഉണ്ടാകും. ആ റേഡിയസ് എത്രയായിരിക്കുമെന്ന് ചോദിച്ചാൽ
ഇലക്ട്രോണിൻ്റെ മാസ്, ഇലക്ട്രോണിൻ്റെ സ്പീഡ്, ഇലക്ട്രോണിൻ്റെ ചാർജ് ഇൻറ്റു കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി, ഇതിനൊക്കെ അനുസരിച്ചാണ് വരിക. അപ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് വാല്യൂ കാണാതെ പഠിക്കണം. 9.1 × 10⁻⁻31. ഇലക്ട്രോണിൻ്റെ സ്പീഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10⁵. ഇലക്ട്രോണിൻ്റെ ചാർജും നിങ്ങൾ കാണാതെ പഠിക്കണം. 1.6 × 10⁻⁻19. ഇതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ശക്തി എത്രയാണ്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ശക്തി തന്നിട്ടുണ്ട് 19 ടെസ്ല. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ 19 ടെസ്ല തന്നിട്ടുണ്ട്. അത് ക്വസ്റ്റ്യനിൽ വായിച്ചാൽ മനസ്സിലാവും. ദ ആംഗിൾസ് ടു എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 19 ടെസ്ല. അപ്പോൾ ടി പറയുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ്, ബി എന്ന് പറഞ്ഞാൽ ടിയിൽ. ഇനി ചുമ്മാ കാൽക്കുലേറ്റർ അടിച്ചാൽ മതി. 9.1 അവിടെ ഉണ്ടാവും. 10⁻⁻31 10⁵ വന്നാൽ മൈനസും പ്ലസും വന്നാൽ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നമാണ് ഇടുക. അപ്പം -26 എന്ന് വരും. കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം 31 5 കുറച്ചാൽ 26. ഇനി അടിയിൽ വരിക 1.6 × 1.6 ഇവിടെ 19 ഉണ്ട്, ഇൻറ്റു എന്ത് വരും? 10⁻⁻19 വരും. അപ്പോൾ ഇവിടെ -26, ഇവിടെ -19. അപ്പോൾ ഒരേപോലെ അതിനകത്തുള്ളതാണെങ്കിൽ കട്ട് ചെയ്ത് പോകും. അപ്പോൾ 19 26 കുറച്ച് 7 വരും. അപ്പം ബാക്കി വാല്യൂസ്, ഇതിൻ്റെ വാല്യൂസ് ഇവിടെ നിങ്ങൾ ചെയ്യുക. 9.1/1.6 × 19 വാല്യൂസ് കിട്ടും. ആ വാല്യൂസിനോട് കൂടി 10ൻ്റെ പവർ എന്തായിരിക്കും എന്നറിയോ? 10⁻⁻7 എന്നായിരിക്കും. കാരണം ഇവിടെ 19ഉം 19ഉം കട്ടായി പോയി കഴിഞ്ഞാൽ ബാക്കി 26ൽ ബാക്കി 7 ഉണ്ടാവുക, -7 ഉണ്ടാവും. അപ്പം അത് നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്താൽ മതി. അപ്പം ഇത് അറിഞ്ഞാൽ മതി. ഇതറിഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് വരും. റേഡിയസ് അപ്പം മീറ്ററിലാണ് വരിക. മനസ്സിലായെങ്കിൽ ലൈക്ക് അടിച്ചേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്താണ്. ഇതൊക്കെ വളരെ രസകരമായ ക്വസ്റ്റ്യനുകളാണ്. ഇവിടെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇലക്ട്രോണിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പം എക്സാമിന് അങ്ങനെ തരും. തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രം മതി. റേഡിയസ്, ഒരു ഇലക്ട്രോൺ വരുമ്പോൾ സംഗതി എന്താണെന്ന് മനസ്സിലാവണം. ഒരു ഇലക്ട്രോൺ കാന്തിക മണ്ഡലത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ കാന്തിക മണ്ഡലം ഇങ്ങനെയാണ്, ഇലക്ട്രോൺ വരുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ അവിടെ കിടന്ന് കറങ്ങും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ്. ഇനി ഇതിനകത്തെ ഇത് ഒരു എന്താ പറയുക, പാരലൽ കറൻറ്റ് അട്രാക്റ്റ് ആൻഡ് ആൻറ്റി പാരലൽ. ഇതിന് മുന്നേ നമുക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞുതരാം. ഏതായാലും പാരലൽ കറൻറ്റ് അട്രാക്റ്റ് ആൻഡ് ആൻറ്റി പാരലൽ കറൻറ്റ് റിപ്പൽ എന്നാണ്. അപ്പം ഇതിനകത്ത് കറക്റ്റാണ്. മനസ്സിലായില്ലേ? സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കറക്റ്റാണ്. അപ്പം ഇതിനകത്ത് അടുത്തത് എന്താണ്? ഡിഫൈൻ SI യൂണിറ്റ് ഓഫ് കറൻറ്റ് ഇൻ ടേംസ് ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ 2 കറൻറ്റ് ക്യാരിയിങ് കണ്ടക്ടേഴ്സ്. അപ്പം ഇതിനകത്തെ ഫോഴ്സ് ബിറ്റ്വീൻ 2 കറൻറ്റ് ക്യാരിയിങ് കണ്ടക്ടേഴ്സിൻ്റെ ഡെറിവേഷൻ ഉണ്ട്. ആ ഡെറിവേഷൻ അതിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് കിട്ടുക. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു μ0/4π × 2I1I2/d. അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇതിങ്ങനെയാണ്. ഇപ്പോൾ ഇതൊരു കമ്പി. ഈ കമ്പിയിൽ എന്തുണ്ട്? കറൻറ്റുണ്ട് I1. ഇത് വേറൊരു കമ്പി. ഇതിൽ കറൻറ്റ് എന്തുണ്ട്? I2. അപ്പം ഇതിലിങ്ങനെയല്ലേ കറൻറ്റ്. അപ്പോൾ ഇതിലിങ്ങോട്ടേക്ക് ഒരു ബലം ഉണ്ടാവും, ഇതിലിങ്ങോട്ടേക്കും. അപ്പോൾ ഒരേ ഡയറക്ഷനിലാണ് കറൻറ്റ് പോകുന്നതെങ്കിൽ ഈ കമ്പികൾ തമ്മിൽ എന്ത് വരും? അട്രാക്ഷൻ വരും. മനസ്സിലായില്ലേ? അങ്ങനെയാണ്. അപ്പോൾ സെയിം കറൻറ്റ് അട്രാക്റ്റ് എന്നാണ്. എന്താണ്? സെയിം കറൻറ്റ് അട്രാക്ട്സ്. അപ്പം ഈ കമ്പിയിൽ എന്തുണ്ടാവും? ഈ കമ്പിക്ക് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ കമ്പിക്ക് ചുറ്റും ഒരു കാന്തം. കാരണം കമ്പിയിലൂടെ കറൻറ്റ് പോകുമ്പോൾ അതിന് ചുറ്റും എന്ത് വരും? കാന്തം ഉണ്ടാവും. അപ്പോൾ ഇവിടെയും കാന്തം ഉണ്ടാവും. അപ്പോൾ ഇത് തമ്മിൽ പരസ്പരം എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. അത് ഒരേ ഡയറക്ഷനിലാണെങ്കിലാണ് അട്രാക്റ്റ് ചെയ്യുക. ഇനി ഇങ്ങനെയാണെങ്കിലോ ഈ കമ്പിയിൽ കറൻറ്റ് അങ്ങോട്ടും മറ്റേ കമ്പിയിൽ കറൻറ്റ് ഇങ്ങോട്ടും ആണെങ്കിൽ ഇവർ തമ്മിൽ അകലെയാണ് ചെയ്യുക. അപ്പോൾ ഓപ്പോസിറ്റ് കറൻറ്റ് എന്താണ്? റിപ്പലാണ്. മനസ്സിലായില്ലേ? സെയിം ആണ് അട്രാക്ഷൻ ഇവിടെ ഈ ഒരു കേസിൽ. അപ്പോൾ സെയിം കറൻറ്റ് അട്രാക്ട്സ് എന്നാണ്. സെയിം കറൻറ്റ് അട്രാക്ട്സ്. അപ്പം ഇനി ഇത് തമ്മിലൊരു ബലം ഉണ്ടാവും. അട്രാക്ഷൻ്റെ ബലം ഉണ്ടാവുമല്ലോ. അത് എത്രയാണെന്ന് എങ്ങനെ കാണുക? അത് കാണാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്? നമ്മൾ ആദ്യം ഈ ഫസ്റ്റ് കമ്പി എടുക്കുക. ഫസ്റ്റ് കമ്പി എടുത്തിട്ട് അതിൽ നിന്ന് ഒരു 6 അകലത്തിൽ എന്ത് ചെയ്യുക? മറ്റേ കമ്പി ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഇതാണ് ഈ ഡിസ്റ്റൻസ്. എന്താണ്? 6 അകലം. ഓക്കെ. അപ്പം നമുക്ക് ഫസ്റ്റ് കമ്പി എന്താണ്? I1 ആണ്. അപ്പോൾ അതിന് എന്തുണ്ടാവും? ഇവിടെ അതിൻ്റെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് ആരിയ്ക്കുന്നത്? ഈ കമ്പി ഇരിക്കുന്നത്. അപ്പോൾ ഈ കമ്പിയിൽ എന്ത് ചെയ്യും? ഒരു ബലം അനുഭവപ്പെടും. അപ്പോൾ അതിങ്ങോട്ടേക്ക് നീങ്ങും. അപ്പം അത് ഇതിനകത്ത് നമുക്ക് ആ ബലം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ഇടയിലുള്ള ബലം എന്താണ്? അപ്പോൾ ബലം കാണാൻ കറണ്ട് പോകുന്ന കമ്പിയിൽ അനുഭവപ്പെടുന്ന ബലം കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ഈ കമ്പിയിൽ അനുഭവപ്പെടുന്ന ബലം എന്ന് പറഞ്ഞാൽ ഈ കമ്പി I2 കറണ്ട് അല്ലേ. അപ്പോൾ അതിലെ കറണ്ട് ഇൻറ്റു ആ കമ്പിയുടെ ലെങ്ത്ത് ഇൻറ്റു ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ്.
അപ്പോൾ I2 ഇൻറ്റു LB എന്നാണ് ഇവിടുത്തെ ഈ കമ്പിയിൽ, ഈ സെക്കൻഡ് കമ്പിയിൽ അനുഭവപ്പെടുന്ന ബലത്തിൻ്റെ ഇക്വേഷൻ. ഇനി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താ? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, നിങ്ങൾ മനസ്സിലാക്കിയാലേ പറ്റത്തുള്ളൂ. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താണെന്നറിയോ? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷനെ അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ടാവും, ചിലപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം എന്താ അതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഡിപ്പെൻസ് ഇതിനകത്ത് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉണ്ടാവുമല്ലോ. ഈ കമ്പിയിൽ കറണ്ട് പോകുന്നതുകൊണ്ടാണ് ഇവിടെ എന്തുണ്ടാവുന്നത്? ഫസ്റ്റ് കമ്പി കാരണമാണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താ? ഒരു കമ്പിയിലൂടെ കറണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താണെന്നറിയോ? അത് നമ്മൾ ആംപിയർ സർക്യൂട്ടൽ തിയറി പ്രകാരം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അതിൻ്റെ ഇക്വേഷനാണ് μ0 I/2πr. മനസ്സിലായില്ലേ? അപ്പോൾ അതങ്ങോട്ട് കൊടുത്താൽ ഇതിൻ്റെ ഫലമായി F = എന്താണ്? ആ ലെങ്ത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഫോഴ്സ് ബൈ ലെങ്ത്ത് എന്നാവും. F/L എല്ലിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടെ μ0 ഉണ്ട്, പിന്നെ 2 കറണ്ട് ഉണ്ട്, I1 I2 ഉണ്ട്, അടിയിൽ എന്തുണ്ട്? 2πr ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അടിയിൽ എന്ത് ചെയ്തു? ഒരു 2 കൊണ്ട് ഗുണിച്ചു, മുകളിലും എന്ത് ചെയ്തു? ഒരു 2 കൊണ്ട് ഗുണിച്ചു. അപ്പം അത് വെട്ടിപ്പോകുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ പറയാൻ സുഖമാണ്. μ0 ഇൻറ്റു 2I1 I2 ബൈ അടിയിൽ എന്ത് വരും എന്നറിയാം? 4π എന്ന് വരും. അപ്പോൾ നമുക്ക് പറയാൻ സുഖമാണ്. μ0/4π ഇൻറ്റു 2I1 I2 ബൈ R. അതാണ് 2 കമ്പികൾ തമ്മിലുള്ള ബലം. അപ്പം നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട്. ഇവിടെ ഒരു കമ്പിയിലൂടെ കറണ്ട് പോകുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളൂ. ഈ കമ്പിയാണ് I1. ഇനി ഇവിടെ ഒരു കമ്പി ഉണ്ട്, ഈ കമ്പി വേറെ കമ്പിയാണ്, ഇതിനകത്ത് I2. അപ്പം ഈ നമുക്കറിയാം, ഒരു കമ്പിയിൽ കറണ്ട് പോകുമ്പം എന്തുണ്ടാകും? അതിന് ചുറ്റും ഒരു കാന്തം ഉണ്ടാവും. അപ്പോൾ ഇവിടം വരെ ഈ കാന്തമുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, ഈ ഫസ്റ്റ് കമ്പിയിലെ കറണ്ട് കാരണം. അപ്പം ഇവിടെ കാന്തം ഉണ്ടല്ലോ, ഈ കമ്പിയിലെ കറണ്ട് കാരണമാണ് ഇവിടെ കാന്തം. അപ്പോൾ ആ കാന്തത്തിൻ്റെ ശക്തി കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ കാന്തത്തിൻ്റെ ശക്തി എങ്ങനെ കാണുക? കാന്തത്തിൻ്റെ ഒരു കമ്പിയിലുള്ള ഈ കമ്പി കാരണമുള്ള കാന്തിക മണ്ഡലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണെന്നറിയോ? μ0/2πI/R എന്നാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അത് ഓർമ്മ വേണം. അത് എന്താ പറയുക, ഇതൊക്കെ ഓർമ്മിക്കാനാണ് ഭയങ്കര പാട്. അത് ഫസ്റ്റ് ടൈം കിട്ടൂല, അത് ഫസ്റ്റ് ടൈം ഓർമ്മ വരില്ല, അത് വീണ്ടും 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 വീണ്ടും. ഇപ്പോൾ എനിക്കിത് ഓട്ടോമാറ്റിക്കലി എൻ്റെ മൈൻഡിലോട്ട് അങ്ങോട്ട് വരും, മനസ്സിലായില്ല? കാരണം എൻ്റെ ഡെറിവേഷൻ അടക്കം എൻ്റെ മൈൻഡിലുണ്ട്. പിന്നെ കണ്ടിന്യൂസ് എഫേർട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് മൈൻഡിൽ അത് നിൽക്കും. അപ്പോൾ അതങ്ങനെയല്ല, അതുകൊണ്ടാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ കമ്പി കാരണം എന്തുണ്ട്? ഈ കമ്പി കാരണം ഒരു കാന്തിക മണ്ഡലമുണ്ട്. ആ കാന്തിക മണ്ഡലം എങ്ങനെ കാണാം? ഇക്വേഷൻ μ0/2π ഇൻറ്റു കറണ്ട് I1 ആണ് ബൈ ഈ ഡിസ്റ്റൻസ്, ഈ ദൂരത്തുള്ള കാന്തിക മണ്ഡലമാണ്. അപ്പം μ0/2π ഇൻറ്റു I1/R. അപ്പം നമുക്ക് പറയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, μ0/4π എന്നാക്കുക. അടിയിലൊരു 2 കൊണ്ട് ഗുണിക്കുക. വെറുതെ 2 കൊണ്ട് അടിയിൽ ഗുണിക്കാൻ പറ്റില്ല, അതിനെ മുകളിലും ഗുണിക്കുക. അപ്പോൾ കട്ടായി പോകും, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇതന്നെ സാധനം. അപ്പം മുകളിലും അടിയിലും ഒരു 2 ചേർത്താൽ എന്താ വരിക? 2I1/R എന്ന് വരും. μ0 ഇത് 4π ആകും, 2 ഗുണിക്കുമ്പോൾ. മുകളിൽ ഗുണിക്കുമ്പോൾ അത് 2I1 ആവും. അപ്പം പറയാൻ എളുപ്പമാണ്. ഒരു കമ്പി കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ μ0/4π ഇൻറ്റു 2I1/R ആണ്. ഇത് മനസ്സിലായോ? ഒരു കമ്പി കാരണം ഒരു 6 അകലത്തിൽ ഇപ്പം നമുക്ക് എന്തേ ഉള്ളൂ? ഈ കമ്പി ഇല്ല. ഇപ്പം നമുക്ക് എന്തില്ല? ഇപ്പം നിങ്ങൾ വിചാരിക്കുക ഈ കമ്പി ഇല്ല. തൽക്കാലം അവിടെ ഉണ്ട്, പക്ഷേ തൽക്കാലം അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. നമുക്ക് എന്താ വേണ്ടത്? ഈ കമ്പിയിൽ കറണ്ട് പോകുന്നുണ്ട്, അത് കാരണം എന്തുണ്ട്? ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ശക്തി കാണാൻ എങ്ങനെയാണ് ഇക്വേഷൻ? ഒരു കമ്പി കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. μ0/4π ഇൻറ്റു 2 ഇൻറ്റു അതിലൂടെയുള്ള കറണ്ട് ബൈ ആ ഡിസ്റ്റൻസ്. ഇപ്പം മനസ്സിലായെങ്കിൽ ലൈക്കടിച്ചേ. ഒരു കമ്പിയിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ R ഡിസ്റ്റൻസിൽ അതിൻ്റെ കാന്തിക ശക്തി കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, μ0/4π ഇൻറ്റു 2I/R. ഇനി ആ കാന്തിക മണ്ഡലത്തിലാണ് നമ്മൾ എന്ത് വെച്ചിരിക്കുന്നത്? രണ്ടാമത്തെ കമ്പിയെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പം ഈ കമ്പിയിൽ എന്തനുഭവപ്പെടും? ഇങ്ങോട്ടേക്ക് ഒരു ബലം അനുഭവപ്പെടും. ആ ബലം എന്താണ്? ബലത്തിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഏത് കമ്പിയിലാണോ ബലം അനുഭവപ്പെടുന്നത് അവിടുത്തെ കറണ്ട്, ഏത് കമ്പിയിലാണോ ബലം അനുഭവപ്പെടുന്നത് അവിടുത്തെ ലെങ്ത്ത്, ഇൻറ്റു അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്.
അപ്പം ബലം എന്താ? രണ്ടാമത്തെ കമ്പിയിൽ അനുഭവപ്പെടുന്ന ബലം ഏത് കാരണം? ഒന്നാമത്തെ കമ്പി കാരണം. അപ്പോൾ എന്താ വരിക? I2 ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബി എന്താ? ബി ഇതാണ് μ0/4π ഇൻറ്റു 2I1/r. അപ്പോൾ ഇത് റീഅറേഞ്ച് ചെയ്ത് വന്നാൽ ഇങ്ങനെ വരും. F21 = μ0/4π ഇൻറ്റു 2I1/r. പിന്നെ അവിടെ ഒരു I2 ഉണ്ട്, പിന്നെ ആ ലെങ്ത്തിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പം ഇതാണ് ഇതിനകത്ത് ഫോഴ്സ് ബിറ്റ്വീൻ രണ്ട് കമ്പികൾക്കിടയിലുള്ള ബലം ചോദിക്കാറുണ്ട്. എന്ത് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്? രണ്ട് കമ്പികൾക്കിടയിലുള്ള ബലം ചോദിക്കാറുണ്ട്. മനസ്സിലായോ? അപ്പം ഇതാണ് അതിനകത്തെ ഇക്വേഷൻ. അപ്പം ആർക്കെങ്കിലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം. 2024 പബ്ലിക് എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു കമ്പി, രണ്ട് കമ്പികൾ ഇപ്പോൾ ആദ്യം മനസ്സിൽ കാണണ്ട. ആദ്യം ഒരൊറ്റ കമ്പി I1, അപ്പോൾ അതിൽ നിന്നൊരു അകലത്തിൽ 6, അവിടെ കാന്തിക ശക്തി കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു കമ്പിയിൽ നിന്നുള്ള കാന്തിക ശക്തിയുടെ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കണം. μ0/4π ഇൻറ്റു 2 ഇൻറ്റു ആ കമ്പിയിലെ കറൻറ്റ് I1/ ആ ഡിസ്റ്റൻസ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ആ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ വേറൊരു കമ്പീനെ കൊണ്ടുവന്ന് വെക്കുകയാണ് I2. അപ്പോൾ ആ കമ്പിക്ക് ഇങ്ങോട്ടേക്കൊരു ബലം അനുഭവപ്പെടും. അപ്പോൾ ഏത് കമ്പിക്കാണ് ബലം അനുഭവപ്പെടുന്നത്? രണ്ടാമത്തെ കമ്പിക്ക്. അപ്പോൾ രണ്ടാമത്തെ കമ്പിക്കാണ് ബലം അനുഭവപ്പെടുന്നത്. ആര് കാരണം? ഒന്നാമത്തെ കമ്പി കാരണം. അപ്പം അത് ഏത് കമ്പിയിലാണ്? ഈ കമ്പിയിൽ, രണ്ടാമത്തെ കമ്പിയിലാണ്. അപ്പോൾ രണ്ടാമത്തെ കമ്പിയിലെ കറൻറ്റാണ് അവിടെ എഴുതേണ്ടത്. ബലത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കറൻറ്റ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ്. അപ്പോൾ ബലത്തിൻ്റെ ഇക്വേഷൻ എന്താ? കറൻറ്റ്, ആ കമ്പിയിലൂടെയുള്ള കറൻറ്റ് I2 ഇൻറ്റു അതിൻ്റെ ലെങ്ത്ത് ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ഇതുവരെ മനസ്സിലായെങ്കിൽ ലൈക്കടിച്ചേ. ഫസ്റ്റ് അവിടെ ഈ ഒരു കമ്പി മാത്രമേ ഉള്ളൂ, അത് കാരണം ഇവിടെ ഒരു കാന്തിക ശക്തി ഉണ്ടായി, അതിൻ്റെ ഇക്വേഷൻ അവിടെ എഴുതി വെച്ചു. പിന്നെ ആ മണ്ഡലത്തിലേക്ക് മറ്റൊരു കമ്പിയെ കൊണ്ടുവന്നു. അപ്പോൾ ആ കമ്പിക്ക് ഇങ്ങോട്ടേക്കൊരു ബലം അനുഭവപ്പെട്ടു. ബലത്തിൻ്റെ ഇക്വേഷൻ ഇതാണ്, കറൻറ്റ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഈ കമ്പിയിലാണ് ബലം അനുഭവപ്പെടുന്നത്. അപ്പോൾ ആ കമ്പിയിലെ കറൻറ്റ് വേണം എഴുതാൻ. ഇൻറ്റു ലെങ്ത്ത്, ആ കമ്പിയുടെ ലെങ്ത്ത് ഇൻറ്റു അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എഴുതുമ്പം എന്താവും? ഇക്വേഷന് വല്ലാണ്ട് അങ്ങ് വലുതാവും, കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഇതാണ്. അപ്പോൾ I2 ഇൻറ്റു L ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് ഇത് വരും μ0/4π ഇൻറ്റു 2I1/r എന്ന് വരും. അതിന് I1 I2 ഒരുമിപ്പിക്കുക. μ0/4π നമ്മൾ ആദ്യം പറയും എപ്പോഴും. ബാക്കി എന്ത് വരും? 2I1 I2 വരും, താഴെ ഡിസ്റ്റൻസ് R വരും. ഇനി അവിടെ ഒരു L ഉണ്ട്. ഇവിടെ Lന് ആർക്കും ഒരു ചേർച്ചയില്ല. അപ്പോൾ Lനെ നമ്മൾ എന്ത് ചെയ്തു? Lനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് Fൻ്റെ അടിയിൽ എഴുതി. അപ്പോൾ F21/L ഇങ്ങനെ കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് കമ്പികൾ തമ്മിലുള്ള ബലത്തിൻ്റെ ഡെറിവേഷൻ. അപ്പോൾ ഇത് 2024 ചോദിച്ചതാണ്, കമ്പികൾ തമ്മിലുള്ള ബലത്തിൻ്റെ ഡെറിവേഷൻ. അപ്പം അത് കാരണം അതിൻ്റെ കറൻറ്റിൻ്റെ ഡെറിവേഷനാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ കമ്പികൾ തമ്മിലുള്ള ഇവിടെ കമ്പികൾ തമ്മിലുള്ള ബലത്തിൻ്റെ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 2024 വന്ന ക്വസ്റ്റ്യനാണ്. അതിപ്പം നമ്മളിതുവരെ കണ്ടില്ലല്ലോ അല്ലേ? അപ്പം കമ്പികളായത് ഈ ഇങ്ങനെ ചോദിച്ചിട്ട് ഷോസ് ടു കറൻറ്റ് ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ്. ഒരു കമ്പി I1, മറ്റേ കമ്പി I2, പിന്നെ ഡിസ്റ്റൻസ് കണ്ടു, അതിൻ്റെ ഇടയ്ക്കുള്ള ബലം ചോദിച്ചു. അപ്പം ഇതാണ് ക്വസ്റ്റ്യൻ നിങ്ങൾ അങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൂ. ഇനി അതിൻ്റെ ഡെറിവേഷൻ ഇതാണ്. അതിൻ്റെ ഡെറിവേഷൻ എന്താണ്? അതിൻ്റെ ഡെറിവേഷൻ ഇതാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യുക? ഒറ്റ കമ്പി നിങ്ങളുടെ മനസ്സിൽ കണ്ടിട്ട് അതിൻ്റെ ഡെറിവേഷൻ സംഭവം ഇതാണ്. ഇതിനകത്ത് ഇപ്പോൾ ഇവിടെ B എഴുതി വെക്കുക. μ0/4π ഇൻറ്റു 2I1/r. ഇതിൻ്റെ ഇക്വേഷനിൽ ഫോഴ്സ് രണ്ടാമത്തെ കമ്പിയിൽ ഒന്നാമത്തെ കമ്പി കാരണം എന്താണ്? ആ രണ്ടാമത്തെ കമ്പിയിലെ കറൻറ്റ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ I2 എന്നുള്ളത് ഇൻറ്റു ലെങ്ത് ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് എന്ത് വരും? μ0/4π ഇൻറ്റു 2I1/r എന്ന് വരും. അപ്പം അതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ Lനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക. μ0/4π ഇൻറ്റു 2I1 I2/r. ഇതാണ് കമ്പികൾ തമ്മിലുള്ള ബലം. അപ്പം ഇതങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൂ. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്, അതായത് ഒരു യൂണിറ്റിൽ ഒരു നീളത്തിലുള്ള ബലം,
മൊത്തത്തിലുള്ള ബലമല്ല. ഓക്കെ ആണോ? കമ്പികൾ തമ്മിലുള്ള ബലം മനസ്സിലായോ? യെസ്, കമ്പികൾ തമ്മിൽ അവിടെ ബലമാണ്. ഓക്കെ, അതും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. സോ നമുക്ക് ഇതിനകത്ത് പിന്നീടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തെ എന്താണ് സോളിനോയിഡ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. മനസ്സിലായില്ലേ? സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിലിണ്ട്രിക്കൽ കോയിലാണ്. മനസ്സിലായില്ലേ? സോളിനോയിഡ് ഈസ് എ സിലിണ്ട്രിക്കൽ കോയിൽ ഓഫ് വയർ whose length is substantially greater than diameter എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പി ചുരുളാണ്. മനസ്സിലായില്ലേ? അതിൻ്റെ നീളം ഭയങ്കര കൂടുതലായിരിക്കും അതിൻ്റെ ഡയമീറ്ററിനെ വെച്ച് നോക്കുമ്പോൾ. അതിൻ്റെ ഡയമീറ്ററിനേക്കാളും നീളം ഭയങ്കര കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ഒരു കമ്പി ചുരുളിനെയാണ് എന്ത് വിളിക്കുന്നത്? സോളിനോയിഡ് എന്ന് വിളിക്കുന്നത്. ഇനി സോളിനോയിഡിനകത്തെ കറണ്ട് ഇതിലൂടെ പോകുമ്പോഴേ ഇതിനകത്തൊരു കാന്തിക ശക്തി ഉണ്ടാവും. അതിൻ്റെ ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ മുനി എന്നാണ്. μ0 ഇൻറ്റു എൻ ഇൻറ്റു കറണ്ട്. മനസ്സിലായില്ലേ? ഒരു കമ്പിയിലെ കറണ്ട്. ഈ എൻ എന്താണെന്നറിയോ? എൻ എങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ μ0 ഇൻറ്റു ഇവിടെ ടോട്ടൽ എത്ര ചുരുളുണ്ട് നോക്കുക ബൈ ഇതിൻ്റെ ടോട്ടൽ നീളം എത്രയെന്ന് നോക്കുക. അതാണ് സ്മോൾ എൻ. അപ്പോൾ ബി ഈക്വൽ ടു μ0 NL/I എന്നാണ് ഈ സോളിനോയിഡിലെ അതിൻ്റെ അകത്തെ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം എന്താ സംഭവം? സോളിനോയിഡ് ചോദിക്കുകയാണെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ഇങ്ങനെ വയർ എന്ത് ചെയ്യാണ്? ഒരു ലോങ് കോയിലാണ്. അതിനകത്ത് ഒരുപാട് ചുരുളുകളുള്ള ഒരു കോയിലാണ്. അതിൽ തന്നെ എന്താണ്? അതിൻ്റെ ഡയമീറ്ററിനേക്കാളും ലെങ്ത്ത് എന്താണ്? കമ്പാരിറ്റീവ്ലി ലോങ്ങർ ആയിരിക്കും. പിന്നെ സോളിനോയിഡിന് അകത്ത മാഗ്നറ്റിക് ഫീൽഡ് ചോദിച്ചാൽ മുനി സോളിനോയിഡ് വാങ്ങി എന്നാണ്. മുനി വാങ്ങിയ സോളിനോയിഡ് ഏതാണ്? ബി ആണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ സോളിനോയിഡ് ഈക്വൽ ടു മുനി വാങ്ങിയ സോളിനോയിഡ്. അപ്പോൾ മുനി വാങ്ങിയ സോളിനോയിഡിൽ ഇനി എന്താക്കുക? ഇതിനെ എൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? സ്മോൾ എൻ ആണ്. സ്മോൾ എൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചുരുളുകളുടെ എണ്ണം. ഇവിടെ എത്ര ചുരുളുണ്ട് എണ്ണി നോക്കുക, അതിന് എത്ര ലെങ്ത് ഉണ്ട് നോക്കുക. അതാണ് എൻ, സ്മോൾ എൻ. അപ്പോൾ ഇതാണ് ഫൈനലി നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സോളിനോയിഡിനകത്തെ മാഗ്നറ്റിക് ഫീൽഡ്. സോളിനോയിഡിൽ വെറുതെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല, കറണ്ട് പോകണം. അപ്പോൾ ഇതിനകത്തൊരു കാന്തം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. മനസ്സിലായവർ ലൈക്ക് അടിച്ചേ? മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ സോളിനോയിഡ്? കണ്ട, റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ സോളിനോയിഡ്. സോളിനോയിഡിനകത്ത മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? അപ്പോൾ നിങ്ങൾ സോളിനോയിഡ് എന്ന് കേട്ടാൽ തന്നെ എൻ്റെ മനസ്സിലോട്ട് ഇപ്പം വരുന്നത് എന്താണെന്നറിയോ? മുനി എന്നാണ്. അപ്പോൾ മനസ്സിലായല്ലോ? മുനി. അപ്പോൾ എന്താണ് മുനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുനിയിലെ എൻ എന്താണ്? എത്ര ചുരുളുകളുണ്ട് ബൈ അതിൻ്റെ ലെങ്ത് എത്രയാണ്. അപ്പം മുനിയിലെ എൻ കിട്ടും. പിന്നെ ഇത് കറണ്ടാണ്. ഇത് μ0 4π × 10⁻⁻7 എന്നുള്ള വാല്യൂ ആണ്. അത് നിങ്ങൾ കാണാതെ പഠിക്കണം. μ0ൻ്റെ വാല്യൂ എന്താണ്? 4π × 10⁻⁻7. ഓക്കെ ആണോ? ഓക്കെയാണ്. അപ്പോൾ ഇത് അങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. സോളിനോയിഡിനകത്ത് ഇനി എന്താണ് സോളിനോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്? ഒരു സിലിണ്ട്രിക്കൽ കോയിലാണ്. എന്താണ്? ഒരു സിലിണ്ടർ ഷേപ്പിലുള്ള ഇങ്ങനെ പോകുന്ന ഒരു കോയിലാണ്. അതിൻ്റെ ലെങ്ത് എന്താണ്? സബ്സ്റ്റാൻഷ്യലി ഗ്രേറ്റർ ആണ് ദാൻ അതിൻ്റെ ഡയമീറ്റർ. അതിൻ്റെ വട്ടത്തിൻ്റെ ഇതിനേക്കാളും കൂടുതൽ അതിൻ്റെ നീളമാണ് കൂടുതൽ. ഇനി അതിലൂടെ കറണ്ട് പോകുമ്പോൾ എന്തുണ്ടാവും? ഒരു കാന്തം അതിനകത്തുണ്ടാവും, കാന്തിക മണ്ഡലം. പിന്നെ ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇതിനകത്ത് ഹൈലി ഇതിനകത്ത് എന്താണ് കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് വേണമെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ എഴുതി വെച്ചോളൂ. ഒരു ഗാൽവനോമീറ്ററിൽ 1 ആംപിയർ കറണ്ട് പോകുമ്പോൾ അതിൻ്റെ സൂചി എത്ര തിരിയും, അതിൻ്റെ എത്ര ഡിഫ്ലക്ഷൻ, ആംഗിൾ ഡിഫ്ലക്ഷൻ കാണിക്കും എന്നുള്ളതിനെയാണ് കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് വിളിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ അത് കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഗാൽവനോമീറ്റർ മെഷീൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളതിലേക്ക് 1 ആംപിയർ കറണ്ട് പാസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു സൂചി ഇങ്ങനെ നീങ്ങും. അപ്പോൾ 1 ആംപിയറിൽ അത് എത്ര സൂചി ഇവിടെ ഇങ്ങനെ നിൽക്കുക. ഇപ്പോൾ ഗാൽവനോമീറ്ററിലെ സൂചി ഇവിടെ നിൽക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ 1 ആംപിയർ കറണ്ട് പാസ് ചെയ്തപ്പോൾ സൂചി പെട്ടെന്ന് ഇങ്ങോട്ടും തിരിഞ്ഞു, അത്രയും തിരിഞ്ഞു. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിഫ്ലക്ഷൻ ഒരുപാടുണ്ട്. അപ്പോൾ ഭയങ്കര സെൻസിറ്റീവാണ്. ഇനി ഈ ഗാൽവനോമീറ്റർ ആണെങ്കിലോ ഇതിനകത്ത് സൂചി ഒരു ഇത്തിരി തിരിഞ്ഞുള്ളൂ 1 ആംപിയർ പോയപ്പോൾ. അപ്പോൾ അതിൻ്റെ കറണ്ട് സെൻസിറ്റിവിറ്റി എന്താണ്? കുറവാണ്. അപ്പം ഒരു ആംപിയർ പോകുമ്പോൾ എത്ര ഡിഫ്ലക്ഷൻ ആ സൂചി കാണിക്കുന്നുണ്ട്, എത്ര ആംഗിളിൽ ഡിഫ്ലക്റ്റഡ് ആവുന്നുണ്ട് എന്നുള്ളതിനെയാണ് കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ കറണ്ട് സെൻസിറ്റിവിറ്റി ഈസ് ദ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഗാൽവനോമീറ്റർ നീഡിൽ ഓർ കോയിൽ
ഫോർ എ യൂണിറ്റ് കറൻറ്റ്, അതിലേക്ക് 1 ആംപിയർ കറൻറ്റ് പോകുമ്പോൾ അതിൻ്റെ സൂചി എത്ര ഡിഫ്ലക്ഷൻ ടേൺ തിരിയും എന്നതിനെയാണ് നമ്മൾ അതിൻ്റെ കറൻറ്റ് സെൻസിറ്റിവിറ്റി എന്ന് വിളിക്കുക. മനസ്സിലായെങ്കിൽ ലൈക്ക് അടിച്ച്. മറ്റൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. മനസ്സിലായോ കറൻറ്റ് സെൻസിറ്റിവിറ്റി? ഒന്നുമില്ല, ഒരു ഗാൽവനോമീറ്റർക്ക് 1 ആംപിയർ കറൻറ്റ് പാസ് ചെയ്യുക. അപ്പം അതിൻ്റെ സംഗതികൾ പറയാം. ഇനി നമുക്കുള്ളത് ഇതിനകത്തെ ഇത് കറൻറ്റ് കാര്യം കണ്ടച്ചൊരു സംഭവമുണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പ്ലെയിൻ ദ തിയറി ആൻഡ് വർക്കിംഗ് ഓഫ്. ഇത് 2025 മോഡൽ എക്സാമിന് ചോദിച്ചതാണ്. ഇത്തവണ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. കാരണം കഴിഞ്ഞ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് നോക്കി പോകണമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എക്സ്പ്ലെയിൻ ദ തിയറി ആൻഡ് വർക്കിംഗ് ഓഫ് മൂവിങ് കോയിൽ. ഇതോടുകൂടി നമ്മൾ ഈ മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൽ നിന്ന് മൂവ് ചെയ്യും. അപ്പോൾ ഇതാണ് മൂവിങ് കോയിൽ, മൂവ് ചെയ്യാനാണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളോട്. അപ്പോൾ എക്സ്പ്ലെയിൻ ദ തിയറി ആൻഡ് വർക്കിംഗ് ഓഫ് എ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ തിയറി എന്താണ്, അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ പറയണം അതൊരു ഡിവൈസാണ്, മനസ്സിലായില്ലേ? അതൊരു കാന്തിക മണ്ഡലം, കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിനകത്ത് കാന്തം ഉണ്ടാവും, അങ്ങനെ ഒരു പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ നമ്മളത് എന്തിനാണ് ഉപയോഗിക്കുക? ചെറിയ കറൻറ്റുകൾ അളക്കാൻ വേണ്ടിയിട്ട്. ഒരു സർക്യൂട്ടിൽ കറണ്ട് അളക്കാനാണ് ഇത് ഉപയോഗിക്കുക, മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. അപ്പോൾ ഒരു സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ട് അളക്കാനാണ് ഇത് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. അപ്പോൾ വാട്ട് ഈസ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ? മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ മീൻസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഡിവൈസ്. അതൊരു എന്താണ്, കറണ്ട് പോകുമ്പോൾ കാന്തമായി മാറുന്ന ഒരു ഉപകരണമാണ്. അതെന്തിനാ ഉപയോഗിക്കുക? യൂസ്ഡ് ടു ഡിറ്റക്റ്റ്, മെഷർ ആൻഡ് സ്മാൾ ഇലക്ട്രിക് കറണ്ട് ഇൻ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് എന്ത് ചെയ്യുക, നമ്മൾ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ഉപയോഗിക്കുക. ഇനി അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? അതാണ് ഏറ്റവും അധികം ചോദിക്കുക. മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? അപ്പം മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ പണ്ടേ പറഞ്ഞതാണ്. ഒരു കാന്തത്തിൻ്റെ ഇടയ്ക്ക് ഒരു കോയിൽ കൊണ്ടെന്ന് വെച്ചാൽ ഇതെന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും, ടോർക്ക് അനുഭവപ്പെടും. അപ്പം എ റെക്റ്റാങ്കുലർ കോയിൽ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് എ ടോർക്ക്. ഇതിനെ കറക്കം അനുഭവപ്പെടും. അപ്പോൾ ഒരു കാന്തത്തിൻ്റെ ഇടയിൽ, ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിൽ ഒരു ചതുരക്കമ്പികൾ റെക്റ്റാങ്കുലർ കോയിൽ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കോയിൽ പറഞ്ഞാൽ മതി, കോയിൽ, എ കോയിൽ ഇൻസൈഡ് എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് എ ടോർക്ക്. മനസ്സിലായില്ലേ? അതാണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ പ്രിൻസിപ്പൽ. കറണ്ട് ക്യാരിയിങ് കോയിൽ അതിലൂടെ കറണ്ട് ഒഴുകണം കേട്ടോ. കറണ്ട് ക്യാരിയിങ് കോയിൽ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് എ ടോർക്ക്. എക്സ്പീരിയൻസസ് എ ടോർക്ക് എന്നുണ്ട് കേട്ടോ, ഞാൻ അവിടെ വിട്ടുപോയതാണെന്ന്. എക്സ്പീരിയൻസസ് എ ടോർക്ക്. അപ്പം എന്താണ് മൂവിങ് കോയിൽ ഗാൽവനോ? ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ഒരു മാർക്ക് ചോദിക്കുന്നതാണ്. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്താണ്, അതിൻ്റെ പ്രിൻസിപ്പിൾ. അതൊരു യൂണിഫോം ആയിട്ടുള്ള ഒരു കാന്തിക മണ്ഡലത്തിൽ എന്ത് ചെയ്യുക, ഒരു കോയിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈ കോയിൽ എന്ത് ചെയ്യും, ടോർക്ക് അനുഭവപ്പെടും എന്ന് പറഞ്ഞാൽ കറങ്ങും. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു യൂണിഫോം ആയിട്ടുള്ള കാന്തിക മണ്ഡലത്തിൽ ഒരു കോയിലിനെ നമ്മൾ കൊണ്ടെന്ന് വെച്ചാൽ അതെന്ത് ചെയ്യും, ഈ കോയിൽ ഇതിൽ കിടന്ന് കറങ്ങും. അപ്പോൾ കറങ്ങുമ്പോഴാണ് ഈ സൂചി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. അപ്പോൾ ഇതിൽ കറണ്ട് വരുമ്പോഴാണ് ഈ സൂചി ഇങ്ങനെ ഇതാവും. അപ്പോൾ ഇവിടെ ഒരു സ്പ്രിംഗ് ഒക്കെ ഉണ്ടാവും ഇതിനനുസരിച്ച്. അപ്പോൾ എനിവേ ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഇതാണ്. കറണ്ട് ക്യാരിയിങ് കോയിൽ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് എ ടോർക്ക്. അപ്പം ഇത് മനസ്സിലായവർ ലൈക്ക് അടിച്ചേ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? ഒരു സർക്യൂട്ടിൽ കറണ്ട് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്, മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. കറണ്ട് കണ്ടുപിടിക്കാൻ, ഡിറ്റക്ട് ചെയ്യാനും അളക്കാനും. അപ്പോൾ സർക്യൂട്ടിൽ ചെറിയ കറണ്ടുകൾ ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്, മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. അതിൻ്റെ പ്രിൻസിപ്പിൾ അതാണ്. അത് എന്താ സംഭവം, മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്നറിയാം. നമ്മൾ എന്ത് ചെയ്യും, ഒരു കാന്തം വെക്കും. കാന്തത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, ഒരു കോയിലിനെയും കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് ഇപ്പോൾ സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടാവില്ല, കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ കോയിൽ ഇതിൽ കിടന്ന് എന്ത് ചെയ്യും, കറങ്ങും. അപ്പോൾ ഈ കോയിലുമായി ബന്ധപ്പെട്ട് എന്തുണ്ടെന്ന് അറിയാം, ഒരു സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ് അതിൽ എന്താവും, ടൈറ്റ് ആവും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ അതിനകത്തൊരു സംഭവമുണ്ട്. എന്നിട്ട് അപ്പോൾ ഈ കോയിൽ കറങ്ങുന്നതും ഇതിനനുസരിച്ചാണ് ഇവിടെ ഈ സൂചി എന്ത് ചെയ്യുക, ഇങ്ങോട്ടും ഡിഫ്ലക്ഷൻ കാണിക്കുക. അപ്പോൾ അത് കറണ്ട് അളക്കാനുള്ള, അപ്പോൾ കോയിൽ കറങ്ങുന്നു എന്നതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. മനസ്സിലായില്ലേ? ഒരു കാന്തിക മണ്ഡലത്തിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ
ഇനി അതിനകത്തുള്ള സംഭവങ്ങൾ, അതിൻ്റെ തിയറി വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഇതാണ്. റെക്റ്റാങ്കുലർ കോയിലാണ്, അതിനകത്ത് ഒരുപാട് ചുരുളുകൾ ഉണ്ടാവും, അതിൻ്റെ ഏരിയ എ ആണ്, അത് മാഗ്നറ്റിക് ഫീൽഡ് ബി വെച്ച് കഴിഞ്ഞാൽ അതിൽ ടോർക്ക് അനുഭവപ്പെടും. അപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? NIA/MB സൈൻ തീറ്റ എന്നാണ്. NIAB സൈൻ തീറ്റയാണ്. അപ്പോൾ അവിടെ സൈൻ തീറ്റ തീറ്റ 90 ആണ്, റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പോൾ പിന്നെ അതിനകത്ത് എന്താണ്? ടോർക്ക് = NIAB എന്ന് വരും. പിന്നെ ആ ടോർക്ക് കാരണം ഒരു സ്പ്രിങ് അതിലോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, സ്പ്രിങ് കറങ്ങും. അപ്പോൾ ആ സ്പ്രിങ്ങിൽ അനുഭവപ്പെടുന്ന റെസ്റ്റോറിങ് ടോർക്ക് എന്ന് പറയുന്നത് K×φ ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ φ എന്ന് പറഞ്ഞാൽ ആ സ്പ്രിങ്ങിൻ്റെ ആ ഒരു ഡിഫ്ലക്ഷൻ ആണ്. K എന്ന് പറഞ്ഞാൽ ടോർഷണൽ കോൺസ്റ്റന്റ്. അപ്പം ഇനി ഇക്വിലിബ്രിയത്തിൽ, അപ്പോൾ ഇതാണ് ഇതിനകത്തെ ആ ഒരു ചിത്രം സംഭവങ്ങളൊക്കെ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊരു കോയിലുണ്ട്, ഈ കോയിലിൽ കുറേ ചുരുളുകളുണ്ട്. ഈ കോയിൽ ഇതാണ് ഇപ്പോൾ മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ പിക്ചർ. അപ്പം മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്താണ്? ഒരു കോയിലാണ്. മനസ്സിലായില്ലേ? ആ കോയിലിൽ കുറേ ചുരുളുകളുണ്ട്. ആ കോയിൽ ഇനി എന്താണ്? ആ കോയിലിനോട് കണക്ട് ചെയ്തിട്ട് അവിടെ ഒരു സ്പ്രിങ്ങും ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇതിനകത്ത് ഇത് അവിടെ ഒരു സ്പ്രിങ് കാണാം. ഇവിടെ ഇങ്ങനെ ഈ ചുവപ്പിൽ ഞാനൊരു സ്പ്രിങ് കണ്ടിട്ട്, എന്നിട്ട് ആ സ്പ്രിങ്ങിലോട്ട് ഇവിടെ ആ സ്പ്രിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ എന്തുണ്ട്? ഇവിടെ ആ കോയിലുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു നീഡിലുണ്ട്. ആ നീഡിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കറങ്ങാണ് ചെയ്യുക. അപ്പം ഇത് കാന്തത്തിൽ കറണ്ട് വരും, ഉള്ളിൽ ഈ കമ്പിയിൽ കറണ്ട് വരുമ്പോഴാണ് ഈ കറക്കം, അതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഡെറിവേഷൻ പഠിക്കാനുണ്ട്. അപ്പം ഈ ഒരു സംഭവത്തിൽ ഡെറിവേഷൻ എന്താ പഠിക്കാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ടോർക്കിൻ്റെ ഇക്വേഷൻ പഠിക്കാം. അവിടെ N ചുരുളുകളുണ്ട്, I കറണ്ട് ഉണ്ട്, ഏരിയ A ആണ്, മാഗ്നറ്റിക് ഫീൽഡ് B ആണ്. അപ്പോൾ ടോ = NIAB എന്നാണ് ടോർക്കിൻ്റെ ഇക്വേഷൻ. ടോർക്ക് എന്താണ്? NIAB സൈൻ തീറ്റ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. ടോ = NAB സൈൻ തീറ്റ എന്ന് പഠിച്ചാൽ മതി. ടോ = NAB സൈൻ തീറ്റ. അപ്പം NAB സൈൻ തീറ്റ. അപ്പോൾ ടോ = എന്താണ്? അത് കറക്കം അനുഭവപ്പെടും. ആ കറക്കം എത്രയാണ്? അതിൽ എത്ര ചുരുളുകളുണ്ട്, അതിന് എത്ര ഏരിയ ഉണ്ട്, അത് ഏത് മാഗ്നറ്റിക് ഫീൽഡിലാണ് വെച്ചിരിക്കുന്നത്, അതിൽ എത്ര കറണ്ട് പോകുന്നുണ്ട്, അതിൻ്റെ ആംഗിൾ. അപ്പോൾ സൈൻ തീറ്റ 90 ആണ്, റേഡിയൽ ഫീൽഡാണ്. അതുകൊണ്ട് അത് നിങ്ങൾ അടുത്ത ഇക്വേഷനിൽ എന്ത് ചെയ്യുക? NAB എന്ന് എഴുതുക. ഇനി ഈ കോയിൽ കറങ്ങുമ്പോൾ അവിടെ ഒരു സ്പ്രിങ് അതിലൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ സ്പ്രിങ് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ആവും. അപ്പോൾ ഈ കോയിൽ എന്ത് ചെയ്യും? ഇവിടെ കടന്ന് ഈ കാന്തത്തിൻ്റെ ഇടയിൽ കടന്ന് കറങ്ങുമ്പോൾ ആ കോയിലുമായി ബന്ധപ്പെട്ട് എന്തുണ്ട്? ഒരു സ്പ്രിങ് ഉണ്ട്. അപ്പോൾ ആ സ്പ്രിങ്ങിന് എന്ത് ചെയ്യും? ഒരു ടോർക്ക് വരും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് K/φ എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. K എന്ന് പറഞ്ഞാൽ ടോർഷണൽ കോൺസ്റ്റൻറ്റ്, φ എന്ന് പറഞ്ഞാൽ അതിലെ ആംഗുലാർ ഡിഫ്ലക്ഷൻ. ആ സ്പ്രിങ് എന്ത് ചെയ്യും? ഇങ്ങനെ ആംഗിളിൽ എന്ത് ചെയ്യും? ഡിഫ്ലക്റ്റഡ് ആവും. അപ്പോൾ അതിൻ്റെ ആംഗുലാർ ഡിഫ്ലക്ഷൻ ആണ് φ. ഇത് കോൺസ്റ്റൻ്റ് ആണ്, സ്പ്രിങ്ങിൻ്റെ കോൺസ്റ്റൻ്റ് ആണ്, ടോർഷണൽ കോൺസ്റ്റൻറ്റ്. ഇനി ഇക്വിലിബ്രിയത്തിൽ ഇത് രണ്ടും, ഇപ്പം നമുക്ക് രണ്ട് ടോർക്കിന് ഇക്വേഷൻ ഉണ്ട്. ഒന്ന് ടോർക്ക് = NAB-യും മറ്റൊന്ന് ടോർക്ക് = K/φ. ഇനി ഇത് രണ്ടും നിങ്ങൾ അങ്ങ് ഇക്വേറ്റ് ചെയ്യുക. അപ്പം നമുക്കിപ്പോൾ എന്തൊക്കെ ഇക്വേഷൻ ഉണ്ട്? അതിനകത്ത് കോയിലിൽ അനുഭവപ്പെടുന്ന ടോർക്ക് നമുക്ക് എന്താ ഉള്ളത്? NAB. എന്താണ് NAB? സ്പ്രിങ്ങിൽ അനുഭവപ്പെടുന്ന റെസ്റ്റോറിങ് ടോർക്ക് അതെന്താ നമുക്കുള്ളത്? K/φ. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ ഇക്വിലിബ്രിയം ഇത് രണ്ടും ഈക്വലാന്ന് പറയാം, ഒന്നും രണ്ടും ഈക്വലാന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? NAB = എന്ത് കിട്ടും? K/φ എന്ന് കിട്ടും. മനസ്സിലായില്ലേ? അപ്പം NAB = K/φ എന്ന് കിട്ടും. എന്നിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയാം? ഈ I-നെ ഇങ്ങോട്ട് മറിക്കുക. അപ്പോൾ എന്ത് വരും എന്നറിയാം? NAB = K/φ/I എന്ന് വരും. I-നെ മാത്രം ഇങ്ങോട്ട് മറിച്ചു. ഇനി φ/I ആണ് നമുക്ക് വേണ്ടത്. ഇതാണ് കറണ്ട് സെൻസിറ്റിവിറ്റി, എത്ര കറണ്ടിന് എത്ര ഡിഫ്ലക്ഷൻ കാണിക്കുന്നു എന്നുള്ളത്. മനസ്സിലായില്ലേ? ആ സൂചിയുടെ ഡിഫ്ലക്ഷൻ. അപ്പം ഈ K മാറ്റണം ഇവിടുന്ന്. അപ്പോൾ K-നെ നമുക്ക് ഇങ്ങോട്ട് മറിക്കാം. അപ്പോൾ എന്താ ഇക്വേഷൻ ആവുക? അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെയാവും? NAB/K = φ/I. ആ K-നെ അവിടുന്ന് മാറ്റി ഇങ്ങോട്ടേക്ക് അടിയിലായി. അപ്പോൾ ഇതാണ് കറണ്ട് സെൻസിറ്റിവിറ്റി. ഇതിനാണ് നമ്മൾ ഫൈനലി ഇവിടേക്ക് എത്തണം. അതാണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ ഡെറിവേഷൻ. മനസ്സിലായില്ലേ? അപ്പം ഇതിനകത്ത് ഇതാണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ എക്സ്പ്ലെയിൻ ദ തിയറി ആൻഡ് വർക്കിംഗ് ഓഫ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞ് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതിൻ്റെ പ്രിൻസിപ്പിൾ പറയാനാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു കറണ്ട് പാസ് ചെയ്യുന്ന ടോർക്ക് അനുഭവപ്പെടും, അതൊക്കെ അറിയാം. പിന്നെ അതിൻ്റെ വർക്കിങ്ങിൽ തിയറി കാര്യങ്ങൾ ഇതാണ് പറയേണ്ടത്. ഈ ഫൈനലി നിങ്ങൾ എന്ത് ചെയ്യണം? φ NAB/K, φ ഈസ് പ്രപ്പോർഷണൽ ടു I. ഇവിടേക്ക് എത്തിയാലും മതി. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ആർക്കെങ്കിലും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അതിനകത്ത് ശ്രദ്ധിക്കുക. ഇതോടുകൂടി നമ്മൾ സ്റ്റോപ്പ് ആക്കുകയാണ്. ഈ ചാപ്റ്റർ കഴിഞ്ഞു.
ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ ചോദിച്ചാൽ ഒരു കാന്തത്തിൻ്റെ ഇടക്ക് നോർത്ത് സൗത്ത് ഒരു കാന്തത്തിൻ്റെ ഇടക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കോയിലിനെ കൊണ്ടുവന്ന് വെക്കുകയാണ്. ആ കോയിലിലൂടെ നമ്മൾ എന്ത് പാസ് ചെയ്യാണ്, കറണ്ട് പാസ് ചെയ്യാണ്. അപ്പോൾ ഈ കോയിൽ ഇവിടെ കിടന്നിട്ട് എന്ത് ചെയ്യും, കറങ്ങും. അപ്പോൾ കറങ്ങും, അതിന് ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യും, ഒരു സ്പ്രിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇവിടെ സൂചി എന്ത് ചെയ്യും, ഇങ്ങനെ കറണ്ടിനനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യും, സൂചി ഡിഫ്ലക്ഷൻ കാണിക്കും. അപ്പോൾ നമുക്ക് കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ കറണ്ട് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ ഇത് കറങ്ങുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ കറങ്ങുമ്പം ഉണ്ടാവുന്ന ടോർക്ക് എന്താണ്, അത് NAB ആണ്. ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്, NAB സൈൻ തീറ്റ എന്നാണ്. അപ്പം അത് സൈൻ തീറ്റ 90 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് NAB എന്ന് പറയാം. സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ടോർക്ക് ഈ കോയിലിൻ്റെ ടോർക്ക് എന്താണ്, NAB ആണ്. നമ്മൾ പറഞ്ഞു ഈ കോയിലിനോട് കണക്ട് ചെയ്തിട്ട് ഇവിടെ എന്തുണ്ട്, ഒരു സ്പ്രിങ് ഉണ്ട്. അപ്പോൾ ആ സ്പ്രിങ്ങിലെ ടോർക്ക് എന്താണ്, അത് K∅ ആണ്. അപ്പോൾ ഇത് രണ്ടും പഠിച്ചവർ അതിനകത്ത് ലൈക്ക് അടിച്ചേ. ഇത് മനസ്സിലായി, ഇത് പഠിച്ചവർ ലൈക്ക് അടിച്ചേ. അവിടെ ഒരു കോയിൽ കറങ്ങുമെന്നും അപ്പോൾ അത് NAB ആണെന്നും പിന്നെ ഈ സ്പ്രിങ് റൊട്ടേറ്റ് ആവും അപ്പോൾ അത് K∅ ആണെന്നും മനസ്സിലായവർ. ഇനി ഇത് രണ്ടും അങ്ങോട്ട് അറ്റ് ഇക്വിലിബ്രിയത്തിൽ എന്ത് ചെയ്യുക, ഇത് രണ്ടും ഈക്വലാന്ന് പറയുക. അറ്റ് ഇക്വിലിബ്രിയം എന്താണ്, നമ്മൾ ഇത് രണ്ടും ഈക്വലാന്ന് പറയുക. അതായത് ടോ കോയിൽ ഈസ് ഈക്വൽ ടു എന്താണ്, ടോ സ്പ്രിങ് ആണ്. രണ്ടിൻ്റെയും എന്താണ്, അതിനകത്ത് ടോർക്ക് ഈക്വൽ ആവും. അപ്പം നിങ്ങൾ എന്ത് പറയുക, NAB ഈക്വൽ ടു എന്താവും, K∅ എന്നാകും. ഇനി നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യാൻ മതി, ഇവിടെ ഈ ക്യാൻ ഇങ്ങോട്ടേക്ക് മറിച്ചാൽ മതി. ക്യാൻ എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് മറിക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും NAB ബൈ, അപ്പം ഞാനിവിടെ എഴുതാം. അപ്പം നമുക്ക് എന്താ വന്നിരുന്നത്, ടോ കോയിൽ ഈസ് ഈക്വൽ ടു ടോ സ്പ്രിങ്. ടോ കോയിൽ എന്താണ്, NAB ആണ്. ടോ സ്പ്രിങ് എന്താണ്, K∅ ആണ്. ഇനി എന്താ സംഭവം, ക്യാൻ ഇങ്ങോട്ടേക്ക് മറിക്കുക. അപ്പം NAB ബൈ K എന്ന് വരും. ആ ഐന് എന്താക്കുക, സെപ്പറേറ്റ് ആക്കുക. ഇനി K മാറ്റിയില്ലേ, അവിടെ ∅ വരും. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ എന്താണ്, I ഒരു ഇത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം, ഇതൊരു കോൺസ്റ്റൻ്റ് വാല്യൂ ആണ്. ഇൻറ്റു I ഈക്വൽ ടു ∅ എന്ന് വന്നു. അതൊന്ന് മനസ്സിലാക്കാം. ∅ എന്തിനനുസരിച്ചാണ്, കറണ്ടിനനുസരിച്ചാണ്. ആ ഡിഫ്ലക്ഷൻ എന്തിനനുസരിച്ചാണ്, കറണ്ടിനനുസരിച്ചാണ്. അപ്പോൾ അതിലൂടെ എത്ര കറണ്ട് വരുന്നുണ്ടോ അതനുസരിച്ചാണ് അതിൻ്റെ സൂചി ഡിഫ്ലക്ഷൻ കാണിക്കുക. അപ്പം അതിനകത്ത് ഇങ്ങനെ എഴുതിയാൽ മതി, മനസ്സിലായില്ലേ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. ഫൈനലി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. നിങ്ങൾ ഇവിടം വരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇത് രണ്ട് ഈക്വലാന്ന് നിങ്ങൾ എഴുതി. ഇനി എന്ത് ചെയ്യുക, ഇതിലെ Kനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. NAB ബൈ K, ആ കറണ്ടിന് എന്താക്കുക, ഒരു പ്രത്യേകത കൊടുക്കുക. ഇവിടെ ∅ എന്നായി. ഇനി നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ മതി, ∅ ഈസ് പ്രപ്പോർഷണൽ ടു കറണ്ട്. ആ സൂചിയുടെ ഡിഫ്ലക്ഷൻ കറണ്ടിനനുസരിച്ചാണ്. ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. ഇതാണ് അതിൻ്റെ സംഭവം. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. ഈ ചാപ്റ്ററിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്താണ്, അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ വളരെ സുഖമാണ്, അധികം പഠിക്കാനില്ലാത്തൊരു ഡെറിവേഷനാണ്, നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാകുന്നൊരു സംഗതിയാണ്. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ കറണ്ട് അളക്കാനാണ്. അപ്പോൾ ഒരു കാന്തത്തിൻ്റെ ഇടയ്ക്ക് ഒരു കോയിലിനെ കൊണ്ടുവന്ന് വെക്കുന്നതാണ്. അപ്പോൾ ആ കോയിലിൽ കറണ്ട് പോകുമ്പോൾ ആ കോയിൽ ഇങ്ങനെ കറങ്ങും. അപ്പോൾ കോയിലിൽ അനുഭവപ്പെടുന്ന കറക്കം എന്ന് പറഞ്ഞാൽ NAB എന്നാണ്. NAB സൈൻ തീറ്റയാണ്. സൈൻ തീറ്റ വേണ്ട, NAB എന്ന് പറഞ്ഞാൽ മതി. തീറ്റ 90 എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ സൈൻ തീറ്റ. ഇനി ഈ കോയിൽ കറങ്ങുമ്പോൾ അതിലേക്കൊരു സ്പ്രിങ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ആ സ്പ്രിങ്ങും റൊട്ടേറ്റഡ് ആവും. അപ്പോൾ അതിലൊരു ടോർക്ക് ഡെവലപ്പ് ചെയ്യും. അതിൻ്റെ ഇക്വേഷനാണ് K∅. എന്നിട്ട് ഇക്വിലിബ്രിയത്തിൽ ഇത് രണ്ടും ഈക്വലാന്ന് പറയാം. NABയും K∅ എന്താണ്, ഈക്വലാണ്. അറ്റ് ഇക്വിലിബ്രിയം കോയിലിൻ്റെ ടോർക്കും സ്പ്രിങ്ങിലെ ടോർക്കും എന്താവും, ഈക്വലാവും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, Kനെ ഇങ്ങോട്ടേക്ക് മറിക്കുക. അപ്പോൾ NAB ബൈ K ഇവിടെ എന്ത് വരും, ∅ എന്ന് വരും. ദിസ് ഈസ് ദ ഡെറിവേഷൻ. വളരെ സിമ്പിളാണ്. മനസ്സിലായെങ്കിലേക്ക് അടിച്ചേ. അപ്പോൾ അവസാനം ഇത് എഴുതി വെക്കുക, ആ ഡിഫ്ലക്ഷൻ എന്തിനനുസരിച്ചാണ്, കറണ്ടിനനുസരിച്ചാണ്. ∅ പ്രപ്പോർഷണൽ ടു I. ഓക്കെ ആണോ?
യെസ്. അപ്പം ഇതാണ് അതിൻ്റെ ഡെറിവേഷൻ സംഗതികൾ. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് കഴിഞ്ഞു. ഈ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ നിങ്ങൾ അതിനകത്ത് ഇത് എഴുതി വെക്കും. ഇത് സ്ക്രീൻഷോട്ട് എടുക്കും. ഇനി അതിൻ്റെ അടുത്തത് എഴുതി വെക്കും. ഇതിനകത്ത് നിങ്ങൾ ഇത് ഇവിടെ നിന്ന് എഴുതി വെച്ചാൽ മതി. ഇത് എഴുതിക്കോളൂ. ഇവിടെ ഉണ്ട് കോയിലിലെ ടോർക്ക്, കോയിൽ എക്സ്പീരിയൻസ് ടോർക്ക്. ഇതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. ഇത് എഴുതിയാൽ മതി. കോയിൽ എക്സ്പീരിയൻസ് ഞാൻ വട്ടിട്ടുണ്ട്. കോയിൽ എക്സ്പീരിയൻസ് ടോർക്ക്, ടോർക്കിൻ്റെ ഇക്വേഷൻ എഴുതുക. അത് കഴിഞ്ഞാൽ ആ ടോർക്ക് ഇങ്ങനെ എഴുതുക. കോയിൽ, ഇത് കോയിലാണ്. കോയിൽ 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 കോയിൽ. ഇനി സ്പ്രിങ് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അതിലെ ടോർക്ക് K5 എന്ന് എഴുതുക. എന്നിട്ട് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് അടുത്തതിൽ ഇത് എഴുതുക. രണ്ടും അറ്റ് ഇക്വിലിബ്രിയം, ഇത് രണ്ടും ഈക്വലാന്ന് പറയുക. അവിടുന്ന് ഇങ്ങനെ എഴുതിയിട്ട് കോയിൽ സ്പ്രിങ് എഴുതുക. അതിൻ്റെ രണ്ടിൻ്റെ ഇക്വേഷൻ ഈക്വൽ ആക്കുക. എന്നിട്ട് ആ കേനെ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്താൽ മതി, മറിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, കൺഫ്യൂഷൻ ആവണ്ട. ആ കേനെ ഇങ്ങോട്ടേക്ക് മറിച്ചത് എഴുതിയാൽ മതി. NIAB/K = എന്താണ്, 5 എന്ന് പറയുക. എന്നിട്ട് അവസാനം 5 പ്രപ്പോർഷണൽ ടു I എന്ന് എഴുതുക. കാരണം ബാക്കിയുള്ളതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. Nഉം Aയും Bയും K ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇത്രയും എഴുതിയാൽ മതി. ഓക്കെ. അപ്പം എന്നാൽ ഇന്നത്തെ ക്ലാസ് നമ്മൾ ലീവ് ചെയ്യുകയാണ് കേട്ടോ. അപ്പം അടുത്ത ക്ലാസ്സിൽ റേ ഒപ്റ്റിക്സിലോട്ട് പോയി നോക്കാം. ഓക്കെ.